സൗദി അറേബ്യയിൽ കാലാവസ്ഥ ചൂടിന്റെ അതിതീവ്രമായ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമാണ് ചൂടിന്റെ അളവും തോതും. പക്ഷേ മറ്റൊരു വശത്ത് മികച്ച മഴയും ഇതേ സമയം തന്നെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ ചൂട് നിലവിട്ട് തുടങ്ങിയിട്ട് കുറച്ചായി. നേരം വെളുത്ത് വാതിൽ തുറന്നാൽ തന്നെ നട്ടുച്ചയെന്ന് തോന്നിപ്പിക്കുന്ന കാലാവസ്ഥ. സൗദിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതുപോലെ പൊള്ളുകയാണ്. റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലും ജീസാനിലും മക്കയിലും മദീനയിലുമെല്ലാം ചൂട് വ്യത്യസ്തമാണ്. കിഴക്കൻ പ്രവിശ്യക്കാരെ വേനൽക്കാലം നന്നായി പുഴുങ്ങിയെടുക്കുന്നുണ്ട്. കടലോര പ്രദേശത്തെ അസഹനീയ കാലാവസ്ഥയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ദമാം ഈസ്റ്റേൺ പ്രൊവിൻസിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 3 മന്ത് ആവുന്നുള്ളൂ. ഇതിന് മുന്നേ റിയാദിലായിരുന്നു. അവിടെ ഇത്രയും ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥയായിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ അഡ്ജസ്റ്റ് ആവുന്നത്. പകലൊന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും ചൂടാണ്. പിന്നെ വൈകുന്നേരം ആയാൽ നല്ല ഹ്യൂമിഡിറ്റി ആയിട്ട് അതും നല്ല പ്രശ്നമാണ്. അപ്പോഴത്തെ നാട്ടിലത്തെ കാലാവസ്ഥ നല്ല നല്ല രസമുള്ള കാലാവസ്ഥയാണല്ലോ. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അൺസഹിക്കബിൾ. നാട്ടിലത്തെ ചൂടും ഇവിടുത്തെ ചൂടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ലൈക്ക് ഈവൻ സൗദിയിൽ തന്നെ റിയാദിലത്തെയും ഇവിടുത്തെയും ചൂട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. റിയാദിൽ ഇത്ര ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നില്ല. ഇവിടെ തീരപ്രദേശം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ നിന്ന് നിൽപ്പിൽ വിയർത്ത് പോവും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ. നമ്മുടെ ജോലി കാര്യങ്ങൾക്കായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവല്ലേ വൃത്തിയുള്ളൂ. പുറത്തേക്ക് ഇറങ്ങൽ വളരെ ചുരുക്കമാണ്. കാരണം അത്രയും കുട്ടികൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങലേ വളരെ ചുരുക്കമാണ്. രാവും പകലും ഒന്നും വ്യത്യാസമില്ല. പെരും ചൂടായതോടെ നട്ടുച്ചക്ക് പുറത്തിറങ്ങുന്നതിന് മുന്നറിയിപ്പുണ്ട്. സ്കൂൾ അവധിക്കാലം കണക്കാക്കി പലരും നാട്ടിലേക്ക് പോയി. ഇറാൻ യുദ്ധം കാരണം പല കമ്പനികളിലും സ്ഥിതി വ്യത്യസ്തമാണ്. ഇതോടെ നാട്ടിലേക്കുള്ള പ്ലാൻ മാറ്റിവെച്ചവരുണ്ട്. ഇവർക്കെല്ലാമായി ഇപ്പോൾ വേനൽക്കാല പരിപാടികളും സൗദിയിൽ സജീവമാണ്. പക്ഷേ ഭൂരിഭാഗവും ഇൻഡോർ ഇവന്റുകളാണ്. 2016-13 ഞാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ടൈമിലൊന്നും ഇല്ലാത്തൊരു ചൂടാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. ലൈക്ക് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് തന്നെ ചൂട് ഭയങ്കര ഒരു ഹൈ ഇതിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ ഒരു 40-45 ഒക്കെ കാണിക്കാറുണ്ട്. അപ്പം ചില ഏരിയയിൽ അത് അതിനെക്കാട്ടിയും കൂടി 50 വരെ എത്തിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയാണെങ്കിൽ ഇനി നെക്സ്റ്റ് വീക്ക് ഒരു ഹീറ്റ് വേവ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അത് എത്ര മാത്രം ആവും നമ്മൾക്ക് പ്രഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈസ്റ്റേൺ പ്രൊവിൻസിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇനി ഹ്യൂമിഡിറ്റിയും കൂടി ഇതിൻ്റെ കൂടെ വന്നു കഴിയുമ്പോൾ ലൈക്ക് നമുക്ക് ഡേ ലൈഫ് ഉണ്ടാവുമോ എന്ന് തന്നെ പ്രശ്നമാണ്. ആ ഒരു ഇഷ്യൂ നമ്മൾ ഇപ്പം തന്നെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നൈറ്റിലോട്ടായി കാര്യങ്ങളെല്ലാം. പുറത്തു പോകുന്ന ആയാലും പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞു. ഇൻഡോറിലായി, മോൾസിലായി, അങ്ങനെയൊക്കെ പോകുന്നു. ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നു വലിയ വലിയ ചൂടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാണ്. അപ്പോൾ എനിക്ക് പോക്കും വരവിൻ്റെ ആ ടൈമിലൊക്കെ നല്ല ചൂടാണ്. കാരണം മോർണിംഗ് പോകണം, ഒരു ഈവനിങ് ആകുമ്പോഴായിരിക്കും കഴിയുക. അപ്പം വരുന്ന സമയമപ്പോൾ നല്ല ചൂടായിരിക്കും. പിന്നെ വർക്കിൻ്റെ വേറെ കാര്യങ്ങൾക്കായിട്ട് പുറത്തോട്ടൊക്കെ പോകണമെങ്കിലും നമ്മൾ നൈറ്റ് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഇതായിരിക്കുകയാണ്. അപ്പം അങ്ങനെ പിന്നെ അപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യം ഓർക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും, ഹീറ്റ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വെള്ളത്തിൻ്റെ ഇൻടേക്കും ഒക്കെ ഒരുപാട് കൂട്ടേണ്ട ഒരിതാണ്. കാരണം അത്രയും ഹ്യൂമിഡിറ്റിയും കൂടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇതാവുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഇഷ്യൂസാണ്. എല്ലാവരും ഹീറ്റ് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് ജോലിയെടുക്കുന്നവർക്ക് ഇത് വല്ലാത്തൊരു കാലമാണ്. ഞാൻ 36 വർഷമായി ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ എനിക്ക് ഏകദേശമൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. ഈ മഴയായാലും മഞ്ഞായാലും ഒക്കെ മാറി മാറി വന്നതിൻ്റെയൊക്കെ അറിയാൻ കഴിയും. പക്ഷേ ഈ തവണത്തെ ചൂടും ഈ ഹ്യൂമിഡിറ്റിയും അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പണിയെടുക്കണം, ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. എന്നാൽ ചൂടായിട്ട് നിൽക്കാൻ പറ്റില്ല.
വേർത്തിപ്പോൾ ഉണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് പിന്നെ ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവണം. പിന്നെ എനിക്ക് പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാരായതുകൊണ്ട് എന്തോ സർക്കാർ നല്ലൊരു ഇത് ചെയ്തേക്കണം. ഉച്ചക്കൊന്നും നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലൊരു ഇതാണ്. അത് ആ ഒരു നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ റോഡിലൊക്കെ ഒന്നും ആളില്ല. ഈ ചൂടായിട്ട് നടന്നു പോകുന്ന ആളുകൾ പൊതുവേ ഇല്ല. പിന്നെ വണ്ടിയിലാണെങ്കിൽ വണ്ടി ഇപ്പോൾ AC ഇട്ടാലൊന്നും പെട്ടെന്ന് തണുക്കണ ഇതൊന്നുമല്ല. അത്ര നല്ല ചൂടുണ്ട്. നിർമ്മാണ മേഖലയിലുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 വരെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഭൂമി പഴുക്കുന്ന ചൂടാണ്. എൻ്റെ വർക്ക് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും പുറത്ത് തന്നെ ആയിരിക്കുള്ളൂ. ഈ പുറത്ത് നിന്ന് പണിയെടുക്കാനായിട്ട് കഴിയില്ല. വർക്കാണെങ്കിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്, വർക്ക് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കഴിയില്ല. കാരണം നമ്മളാകെ ടയർഡായി പോകും. ഇത് തന്നെയാണ് ഈ ചൂടത്ത് നിന്ന് നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഒരു കമ്പിപ്പണിയാണെങ്കിൽ കമ്പിമൊക്കെ തൊടാൻ കഴിയില്ല. നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടും അല്ലെങ്കിൽ നല്ല സേഫ്റ്റിയിലൊക്കെ നിന്നാൽ തന്നെ അതൊന്ന് പിടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ ചെയ്യാതിരിക്കാനും കഴിയില്ല. അങ്ങനെ പോകുന്നുണ്ട്. ഇത്തവണ തണുപ്പ് കാലം അല്പം വൈകിയാണ് അവസാനിച്ചത്. സൗദിയുടെ പല ഭാഗത്തും പല അളവിലാണ് ചൂട്. ഞങ്ങളിവിടെ 3 വർഷമായി വന്നിട്ട്. ദമാമിൽ ഇപ്പോൾ ചൂട് കാലമാണ് ഇവിടെ. രണ്ട് മാസമായി ചൂട് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വർഷത്തിൽ പ്രത്യേകം എന്താ വെച്ചാൽ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 2 മാസത്തിലധികം തണുപ്പ് നീണ്ടുന്നു. സാധാരണ ഒരു മാർച്ച് മാസം വരെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏപ്രിൽ മെയ് വരെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചൂട് കൂടി. ഇപ്പം ഹ്യൂമിഡിറ്റി കൂടിയുണ്ട്. ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്ത് നിൽക്കാൻ പറ്റില്ല. ഈ ഒരു സമയം ഇപ്പം വൈകുന്നേരം 8 മണിയായി, എന്നിട്ടും നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. സൗദിയിൽ എല്ലായിടത്തും ഇങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ പിന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ അബഹയിൽ പോയിരുന്നു. അവിടെ നല്ല കാലാവസ്ഥയാണ്. ഒരു മലമുകളിലുള്ള പ്രദേശമാണ്. ഡ്രൈവ് ചെയ്ത് പോയതാണ്. നമ്മളെ വയനാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു ഫീലിംഗ് ആയിരുന്നു. അത്ര ഗ്രീനറി ഒന്നുമില്ല, പക്ഷേ നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഒരു 2 മാസം ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും, ഹ്യൂമിഡിറ്റിയും ഹോട്ടുമായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല കാലാവസ്ഥയിലേക്ക് വരും. പകൽ പൊതുവെ നമ്മൾ അറിയാറില്ല. ഓഫീസിൽ എയർ കണ്ടീഷൻ ആയതുകൊണ്ട് കാറിലേക്ക് കയറുമ്പോഴാണ് പ്രശ്നം. കാറിൽ കയറിയിട്ട് ഒരു 5 മിനിറ്റ് വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒന്നും തൊടാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. പിന്നെ ഒരു കൂളിംഗ് കഴിഞ്ഞ് വരണം. കിഴക്കൻ പ്രവിശ്യയിൽ പൊതുവേ എന്താ പറയുക, ഇവിടെ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് ഹ്യൂമിഡിറ്റിയാണ് കാര്യമായിട്ട് പ്രശ്നം വരിക. അത് തണുപ്പ് കാലത്ത് അഡ്വാൻറ്റേജ് ആണ്. തണുപ്പ് കാലത്ത് ഹ്യൂമിഡിറ്റി ഈ കോസ്റ്റൽ ഏരിയ കാരണം അധികം ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യില്ല. ഒരു 5 to 6 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുള്ളൂ. കമ്പയർഡ് ടു റിയാദിൽ 0 ഡിഗ്രി സെൽഷ്യസ് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് തണുപ്പ് കാലത്തുണ്ട്. പക്ഷേ ചൂട് കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി സൗദിയുടെ ഹൈറേഞ്ചിലേക്കൊന്ന് കയറി നോക്കാം. കിഴക്കിൻ്റെയും വടക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ചൂട് ഈ തെക്കൻ സൗദിയിൽ അത്രയധികം ഏശില്ല, പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ. ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അസീർ പ്രവിശ്യയിലും ജീസാനിലെ ഉയർന്ന മലയോര മേഖലയിലും പ്രത്യേകിച്ച് ഫൈഫ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളിൽ മഴയെത്തും. ജീസാന്റെ തീരപ്രദേശം ചുട്ടുപൊള്ളുമെങ്കിലും പ്രവിശ്യയുടെ ഉയർന്ന പ്രദേശങ്ങളും അസീറിനോട് ചേർന്നുള്ള ഭാഗങ്ങളും മഴ ഇടയ്ക്കിടെ വന്നു പോകുന്ന പ്രദേശങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന മഴ വരും ആഴ്ചകളിലെ വാരാന്ത്യങ്ങളിലും എത്തും. GCCയിൽ മൊത്തം എല്ലായിടത്തും ഭയങ്കരമായിട്ട് ചൂടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അസീറിൽ ഐസ് മഴയും തണുപ്പും കാറ്റും ഒക്കെ കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ. സൗദിയിലുള്ളവർ മാത്രമല്ല, സൗദിക്ക് പുറത്തുള്ള ആൾക്കാരും ഇവിടേക്ക് വിസിറ്റ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ തന്നെ നോക്കിയാൽ ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയാൽ മൂടിക്കട്ടിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. അബഹയിലും നമാസിലുമെല്ലാം ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ സൗദിയുടെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് ഇവിടെ എത്തിയാൽ
അത് അടിപൊളി കാലാവസ്ഥയായി അനുഭവപ്പെടും. റിയാദിലും ദമാമിലും മക്കയിലും മദീനയിലും അതിതീവ്ര ചൂടായതിനാൽ ഹൈറേഞ്ചിലെത്തുന്നവർക്ക് മികച്ച കാലാവസ്ഥയായേ അനുഭവപ്പെടൂ. ഞാൻ ഖമീസ് വിഷയത്തിൽ എത്തിയിട്ട് ഇപ്പോൾ 30 വർഷം കഴിഞ്ഞു. 96 മുതൽ ഇവിടെ ഉണ്ട്. ഈ ഖമീസ് വിഷയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ക്ലൈമറ്റ് തന്നെയാണ്. ഇപ്പോഴും മറ്റു സ്ഥലങ്ങളിലൊക്കെ 45 ഡിഗ്രിന്റെ മുകളിൽ ചൂട് അനുഭവപ്പെടുമ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല മഴക്കാറും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നല്ല കാറ്റും തണുപ്പും. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇടക്കാലത്ത് ഞാൻ 1-2 വർഷം ജീസാനിൽ പോയിരുന്നു. അത് കഠിനമായ ചൂട്. ഇപ്പൊ ഇവിടുന്ന് പോകാൻ തീരെ താല്പര്യമില്ലാത്തത് ഈ ഇവിടുത്തെ ഒരു കാലാവസ്ഥന്റെ പ്രത്യേകത തന്നെയാണ്. ജീവിക്കാൻ നല്ല സൗകര്യമാണ്, ജീവിത ചെലവും കുറവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിലെ ക്ലൈമറ്റ് ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഈ ഖമീസ് വിഷയത്തിന് ആളുകൾ ഈ സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ് ഇവിടെ ഈ ഖമീസ് വിഷയത്തിൽ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. മഴ ഏറ്റുവാങ്ങാൻ ഇവിടെ മരങ്ങൾ അധികമില്ല. അതിനാൽ ലഭിക്കുന്നതത്രയും മരുഭൂമിക്ക് തന്നെ തികയാറുമില്ല. ദൂരെയൊരു മണൽത്തിട്ടക്കപ്പുറത്ത് നിന്നും പതിയെ നീങ്ങി തുടങ്ങുന്നൊരു കാറ്റു മതിയാകും ഈ പെയ്ത് നനച്ചതത്രയും വരണ്ടതാക്കാൻ. അതുകൊണ്ട് മഴ നനയാറുണ്ടെങ്കിലും വെയിലേറ്റു തന്നെയാണ് ഓരോ പ്രവാസിയും കുടുംബത്തിന് തണലാകുന്നത്.